നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കേരളം ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന വീണ്ടും ആനയുമായി ബന്ധപ്പെട്ട ആന കൊലപാതകമാണ്. അടിമാലയിലാണ് ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത്, കാട്ടാന ചവിട്ടിക്കൊന്നതിനെ തുടർന്ന്. ഇതിൽ പ്രതിഷേധം വലിയ ശക്തമാണ്. ഇന്നലെ മൃതദേഹം പോലും ഉപയോഗിച്ചുള്ള പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു കോതമംഗലം അടക്കമുള്ള പ്രദേശങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. എംഎൽഎമാരായ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിലും കോതമംഗലത്ത് അനിശ്ചിതകാല നിരാഹാര ഉപവാസം തുടരുകയാണ്. ഇന്നലെ രാത്രിയും നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടായി. ഇന്നലെ മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായി. തുടർന്ന് പോലീസ് ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വീണ്ടും ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങി. ഇന്നും പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലമാണ് കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. ഇന്നലെ സംഭവങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. എംഎൽഎമാരുടെ ദൃശ്യങ്ങൾ കാണാം. മാത്യു കുഴൽനാടൻ ദൃശ്യങ്ങളിൽ ഉണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം അവിടെയുണ്ട്. രാത്രി വൈകിയാണ് ഇവരെ മോചിപ്പിച്ചതും. ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയായിരുന്നു. കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്ത സാഹചര്യം. ഇന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. ഇതിനിടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവും മകനും കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുമ്പോൾ സഹോദരൻ സർക്കാരിന് അനുകൂലമായി ചില നിലപാടുകൾ സ്വീകരിച്ചു. സർക്കാർ ഈ പോലീസ് മൃതദേഹം എടുത്തു മാറ്റിയത് തങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് എന്നും പറഞ്ഞു വെക്കുകയുണ്ടായി. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് സമരപന്തലിലെത്തും. സതീശനും സത്യഗ്രഹ സമരത്തിന്റെ ഭാഗമാകും എന്നാണ് അറിയുന്നത്. ഇന്നലെ രാത്രി 10:30-ക്കാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പോലീസ് സമരപന്തലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, പ്രതിഷേധം ഇന്നും തുടരും. കാരണം ഇന്നലെ രാത്രി അത്യസാധാരണ സംഭവമാണ് ഈ കോതമംഗലം പ്രദേശത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. പ്രതിഷേധം എങ്ങനെയാണ് ഇന്ന് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? സംസ്ഥാന വ്യാപകമായി ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ. രഞ്ജിത്ത്, MLA മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും കോതമംഗലത്ത് നിരാഹാര സമരം തുടരുകയാണ്. ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇന്നലെ ഇടക്കാല ജാമ്യത്തിലാണ് ഇവരെ വിട്ടിട്ടുള്ളത്. അതിന്റെ കേസ് ഇന്ന് വീണ്ടും എറണാകുളം സബ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. 11 മണിക്കാണ് ഹർജി പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് ഉള്ള ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും കോടതിയിൽ ഈ കേസ് വരും. കാരണം ഇന്നലെ ഇടക്കാല ജാമ്യത്തിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം തുടർന്നാണ് ഇന്നലെ രാത്രി തന്നെ ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ഇടക്കാല ജാമ്യം ലഭിക്കുകയും ചെയ്തത്. ഇന്നലത്തെ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം കോതമംഗലം സ്റ്റേഷന് മുന്നിലടക്കം നടത്തി. അതിനുശേഷമാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ സമരം തുടരുകയാണ് അവിടെ എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വലിയ പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഈ ആന തുടർച്ചയായി ആക്രമണം നടത്തുന്നു. ഇന്നലെ ഒരു മരണം സംഭവിക്കുന്നു. അതിനുശേഷം വനം വകുപ്പ് അധികൃതരുടെ ഉദാസീനതയടക്കം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമായിരുന്നു. ആജ്ഞ നേരത്തെ പറഞ്ഞു വന്നത് തുടരാം. രഞ്ജിത്ത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മാത്യു കുഴൽനാടനെയും എൽദോസ് കുന്നപ്പള്ളിയെയും ഷിയാസിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റിനെ തുടർന്ന് ഇന്നലെ ഇവരെ ഇടക്കാല ജാമ്യത്തിൽ കോടതി വിട്ടയച്ചിരുന്നു. ഇന്ന് 11 മണിക്ക് വീണ്ടും ആ കേസ് പരിഗണിക്കും. ഇടക്കാല ജാമ്യമായതുകൊണ്ട് തന്നെ വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും 11 മണിയോടെ ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഇന്നലെ ഇന്ദിരയുടെ മൃതദേഹം വഹിച്ച ഫ്രീസർ എടുത്തുകൊണ്ടുപോയി, ബലമായി എടുത്തുകൊണ്ടുപോയി എന്ന് കാണിച്ചാണ് പോലീസ്
16 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ MLA തുടങ്ങിയവർക്കെതിരെയും തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെയുള്ള 16 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇന്നലെ മലയോര മേഖലയിലുണ്ടായ ഈ സംഭവം സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം രഞ്ജിത്ത്, വയനാട് മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മരണങ്ങളാണ് ഉണ്ടാകുന്നത്. എന്ത് തരം സുരക്ഷാ സംവിധാനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നതെന്നുള്ള ചോദ്യചിഹ്നമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇതിനെ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ കുടുംബം താല്പര്യപ്പെടുന്നില്ല എന്ന് ഇന്ദിരയുടെ സഹോദരൻ പറയുന്നുണ്ട്. സഹോദരൻ സുരേഷ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടാണ് തങ്ങൾ സമരം ഏറ്റെടുത്തെന്ന് മാത്യു കുഴൽനാടൻ MLAയും ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ദിരയുടെ മകളും ഭർത്താവും സമരം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് പ്രതിഷേധം വേണം. എന്തായാലും ഇവിടെ ശക്തമായ പ്രതിഷേധമാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. അതിന് വൻ പോലീസ് സന്നാഹവും ഇവിടെയുണ്ട്. ഈ സമരത്തെ പ്രതിരോധിക്കാനെന്ന നിലയിൽ വലിയ സന്നാഹത്തെയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഇന്ന് 10 മണിക്ക് ശേഷം ഇന്ദിരയുടെ മൃതദേഹം മറവ് ചെയ്യുമെന്നാണ്, സംസ്കരിക്കുമെന്നാണ് നമ്മെ അറിയിച്ചിരുന്നത്. പക്ഷെ അത് ഇനിയും നീളാനുള്ള സാധ്യതയാണ്. ഇതുവരെയും അതിനുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഈ ചോദ്യം പിന്നെയും ബാക്കിയാവുകയാണ്. എങ്ങനെയാണ് മലയോര കർഷകരുടെ സുരക്ഷ? എന്താണ്? ഇവർക്ക് കൃഷി ചെയ്യാതെ ജീവിക്കാനാകുമോ? പല മൃഗസ്നേഹികളും ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് ആനയെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ സംബന്ധിച്ചിട്ട് മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്ന കൃഷി ചെയ്യുന്ന പല വിഭവങ്ങളോടും അവർക്ക് ഭക്ഷണം എന്ന നിലയിൽ അവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാർഷിക വിളകൾ തേടിയാണ് ഈ ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തടയിടാനുള്ള സംവിധാനങ്ങൾ, കിടങ്ങുകൾ ഉണ്ടാക്കിയാലും ഫെൻസിങ്ങുകൾ ഉണ്ടാക്കിയാലും അതൊക്കെ പാളിപ്പോകുന്ന അവസ്ഥയാണ് കാണുന്നതെന്ന് നമ്മുടെ ഡിസ്കഷനിൽ തന്നെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടു. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും എന്ത് സംവിധാനമാണ് ഇവർക്കിവിടെ ജീവിക്കേണ്ടത്? ഇവിടെ ഒരു വലിയ ജനത തന്നെ ഇവിടെ പാർപ്പിടവും ജീവിതവും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നുണ്ട്. ഇവർക്കിവിടെ ജീവിക്കേണ്ടേ? ഇത്തരം ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമായി ഇന്നും തുടരാനാണ് സാധ്യത. കുടുംബത്തിന്റെ ഒരു നിലപാട് വളരെ പ്രധാനമാണ്. കാരണം ഈ മരിച്ച അയോധ്യയുടെ ഭർത്താവും മകനും ഈ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട്. സഹോദരനാണ് കോൺഗ്രസുകാർ മൃതദേഹം ഉപയോഗിച്ച് പ്രതിഷേധിച്ച് ശരിയായില്ല നിലപാട് സ്വീകരിച്ചത്. അത് വളരെ പ്രധാനമാണ്. ഈ കുടുംബത്തിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നത കൂടി രൂപപ്പെട്ടുവരുന്നു. കാരണം മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട് ഭർത്താവിന്റെയും മകന്റെയും സമ്മതത്തോടെയാണ് മൃതദേഹം അവിടെ എത്തിച്ച് പ്രതിഷേധം നടത്തിയത് എന്ന്. ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണോ? ആശയ ഭിന്നത തുടരുകയാണോ? അക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട് രഞ്ജിത്ത്. കാരണം എന്ന് വെച്ചാൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന് കുടുംബത്തിൽ ആരും ആരോപിച്ചിട്ടില്ല. എന്നാൽ രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മൃതദേഹം ഉപയോഗിച്ചുള്ള സമരരീതി, കോൺഗ്രസ് അതിനെ സമരരീതിയായി ഉപയോഗപ്പെടുത്തിയതിനോട് വിയോജിപ്പുണ്ടെന്നാണ് സഹോദരൻ സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം മാത്യു കുഴൽനാടൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ കുടുംബം, അതായത് മകളും ഭർത്താവും ആവശ്യപ്പെട്ടിട്ടാണ് സമരം വേണം, തങ്ങളുടെ അമ്മയ്ക്ക് ഇത്തരത്തിൽ സംഭവിച്ചതിനെ ചോദ്യം ചെയ്യണം, എന്താണ് തങ്ങളുടെ സുരക്ഷ, എന്താണ് തങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സുരക്ഷാ രീതികൾ എന്തൊക്കെയാണ്, സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരണം. ഒരു ഇല അനങ്ങിയാൽ പോലും ഇവിടുത്തെ നാട്ടുകാർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഭയങ്കര അങ്ങ് കാടുമൂടിയ പ്രദേശമൊന്നുമല്ല, ജനവാസ കേന്ദ്രമാണ്. ഇവിടെ ആളുകൾ പോകുന്ന വഴിത്താരകളുണ്ട്, ബസ് റൂട്ടുകളുണ്ട്, റോഡുകളുണ്ട്, ഗതാഗത സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് കാട്ടാന ഇറങ്ങി വന്ന് അവരുടെ വീട്ടുമുറ്റത്ത് കൂർക്ക പറിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത്. ഈ സാഹചര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ആവശ്യമാണെന്ന് കുടുംബം, അച്ഛനും മകളും ആവശ്യപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തതെന്നാണ് മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവവികാസങ്ങളും പ്രധാനമായിരുന്നു. കാരണം പാർട്ടി പ്രവർത്തകർ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും പോലീസ് വരുന്നു, കുഴൽനാടനെ അറസ്റ്റ് ചെയ്യുന്നു, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ഇവരെക്കുറിച്ച് വിവരമില്ലാതെ വരുന്നു, രമേശ് ചെന്നിത്തല ഇടപെടുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂറിന് ശേഷം ഇവരെ കണ്ടെത്തുന്നു, പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നതിൽ. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തി കോടതിയിൽ ഹാജരാക്കുന്നു, ഇടക്കാല ജാമ്യം ലഭിക്കുന്നു.